ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിൽ സച്ചിയുടെ ഏത് പ്രശ്നങ്ങൾക്കും ഒപ്പം നല്ല സുഹൃത്തായി താൻ എന്നും ഉണ്ടാകുമെന്ന് ആരതി വാക്കു കൊടുത്തുകൊണ്ട് സച്ചിയുടെ കയ്യിൽ മുറുകെ പിടിച്ചങ്ങനെ നിൽക്കുമ്പോഴാണ് അവിടേക്ക് അനഘ കയറി വരുന്നത്. അനഘ വരുമ്പോൾ അവർ രണ്ടുപേരും കൈപിടിച്ച് ചേർത്ത് നിൽക്കുന്ന കാഴ്ച കണ്ടതും പെട്ടെന്ന് അനഘ അവിടെ നിന്ന് പതുക്കെ ഒന്ന് ചുമച്ചു. ഒരു കള്ളച്ചിരിയോടെ അനഘ കയറി വരുന്ന കണ്ടപ്പോഴാണ് ആരതിയും സച്ചിയും അവരുടെ കൈകൾ കോർത്തു പിടിച്ചിരിക്കുന്ന കാഴ്ച കണ്ടത്. വേഗം അവർ രണ്ടുപേരും കൈ പിൻവലിച്ചപ്പോഴേക്കും അനഘ അരികിലേക്ക് എത്തി പറഞ്ഞു, അമ്മ ചേച്ചിയെയും സച്ചിയെയും അവിടേക്ക് ക്ഷണിക്കുന്നു, വന്ന് ചോറുണ്ണാനായിട്ട് രണ്ടുപേർക്കും വിളമ്പി വെച്ചിരിക്കുക എന്ന് പറഞ്ഞപ്പോ സച്ചി പറഞ്ഞു, എനിക്ക് വേണ്ട, മോള് പോയി കഴിച്ചോ എന്ന് പറഞ്ഞ് അനഘയോട് പൊയ്ക്കൊള്ളാനായിട്ട് പറയുമ്പോഴേക്കും ആരതി പറഞ്ഞു, അനഘ മോള് പൊയ്ക്കോ, ഞാൻ സച്ചിയും കൂട്ടിക്കൊണ്ട് വന്നോളാം എന്ന് പറഞ്ഞ് അനഘയെ പറഞ്ഞയച്ചതിന് ശേഷം സച്ചിയോട് ആരതി പറഞ്ഞു, സച്ചി ഇങ്ങനെയൊന്നും പെരുമാറരുതേ, അവർക്ക് സംശയത്തിനിടെ ഒരുക്കരുത്, അവർ ഇപ്പോൾ യാതൊരു സംശയമില്ലാതെ പോവുകയാണ്, അവരുടെ മുന്നിൽ കുറച്ചൊക്കെ ഒന്ന് അഭിനയിക്കണം സച്ചി, എന്നാലേ ഇപ്പോ സച്ചി മറച്ചു പിടിക്കുന്ന ഈ കാര്യങ്ങളൊക്കെ അവരുടെ ശ്രദ്ധയിൽപ്പെടാതെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുമെന്ന് ആരതി സച്ചിയോട് പറഞ്ഞപ്പോൾ അതിലും കാര്യമുണ്ടെന്ന് സച്ചിക്ക് മനസ്സിലാവുന്നു. അതിനുശേഷം എത്ര ശ്രമിച്ചിട്ടും സന്ദീപിനെ കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നുള്ള വാർത്തയുമായിട്ടാണ് മൂർത്തി അവന്തിക്ക് അരികിലേക്ക് എത്തിയത്. അവധിക അത് കേട്ടതും വല്ലാതെ രോഷാകുലയായി മൂർത്തിയോട് ദേഷ്യപ്പെട്ടു. മൂർത്തി, ഇങ്ങനെ ഒരു വാർത്ത കിട്ടാനാണെങ്കിൽ എനിക്ക് ഏതെങ്കിലും ഒരു ഗുണ്ടയെ ഇവിടെ പിടിച്ചു നിർത്തിയാൽ മതി, ഏതെങ്കിലും ഒരാളോട് ആ സന്ദീപിനെ കുറിച്ച് അന്വേഷിക്കാൻ പറഞ്ഞാൽ മതി. എന്നാൽ ഞാൻ മൂർത്തിക്ക് ഈ പണവും തന്ന് ഇവിടെ നിർത്തുന്നത് എന്തിനാണെന്ന് മൂർത്തിക്ക് അറിയാവോ? മറ്റാർക്കും ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങൾ മൂർത്തി ചെയ്യും എന്ന വിശ്വാസത്തിൽ. പക്ഷേ ഇപ്പോഴും മൂർത്തി അത് കൃത്യമായി തന്നെ ചെയ്യാത്തതിന്റെ പേരിൽ ഒരുപക്ഷെ എനിക്ക് മൂർത്തി ഒഴിവാക്കേണ്ടി വരുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണെന്ന് പറഞ്ഞപ്പോ ഇത് കേട്ട മൂർത്തി പറഞ്ഞു, അത് അവന്തിക മാഡം, ഞാൻ സന്ദീപ് സാറിനെ അന്വേഷിക്കാനുള്ള എല്ലാ സ്ഥലങ്ങളിലും അന്വേഷിച്ചു, പക്ഷെ അവിടെ എങ്ങും തന്നെ എത്തിയിട്ടില്ല. ബാറുകളിൽ നോക്കി, അവിടെ എങ്ങും ബോധം കെട്ട് കിടപ്പില്ല. ഹോസ്പിറ്റലിൽ ചെന്ന് നോക്കി, അവിടെയൊന്നും ആക്സിഡന്റ് ആയിട്ട് എത്തിയിട്ടില്ല. പോലീസ് സ്റ്റേഷനിൽ അന്വേഷിച്ചു, എവിടെയും പോലീസുകാർ അറസ്റ്റ് ചെയ്ത് പിടിച്ചുകൊണ്ട് പോയിട്ടുമില്ല. പിന്നെ എനിക്ക് തോന്നിയത് ഒരേ ഒരു കാര്യമാണ് മാഡം, ഇനി ഒരു പക്ഷേ ആരെങ്കിലും കിഡ്നാപ്പ് ചെയ്തിട്ടുണ്ടോ എന്നതാണ് തന്റെ സംശയമെന്ന് പറഞ്ഞപ്പോ അവന്തിയെ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ അത് കണ്ടെത്തണം മൂർത്തി. ഇനിയും ഇങ്ങനെ സംശയപ്പെട്ട് നിന്നിട്ട് കാര്യമില്ല. എത്രയും വേഗം തന്നെ ഇതിന് ഒരു തീരുമാനം ഉണ്ടാക്കണം. ഞാൻ ആ സന്ദീപിനെ ഇവിടെ പിടിച്ചു നിർത്തിയിരുന്നത് എന്തിനാണെന്ന് മൂർത്തിക്ക് അറിയാമല്ലോ. അവന് ചെലവും കൊടുത്ത് ഞാൻ ഇവിടെ നിർത്തിയിരുന്നതേ ഇങ്ങനെ അവനങ്ങ് രക്ഷപ്പെട്ടു പോകാൻ വേണ്ടിയല്ല, മറിച്ച് എന്റെ ആവശ്യത്തിന് അവനെ വേണം. കാരണം സന്ദീപിന്റെ മൊഴി അത് നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ കേസിൽ നമ്മളുടെ വിജയത്തിലേക്ക് നയിക്കുന്ന നിർണായക വഴിത്തിരിവ് സന്ദീപിന്റെ മൊഴിയാണ്. അത് തീർച്ചയായിട്ടും നമുക്ക് അനുകൂലമായിരിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് അവരെ തകർക്കാനായിട്ടുള്ള നമ്മുടെ കയ്യിലെ വജ്രായുധമാണ് സന്ദീപ്. ആ സന്ദീപിനെ നമുക്ക് നഷ്ടമായി കൂടാ എന്ന് പറഞ്ഞ് അവന്തിക മൂർത്തിയോട് ഈ ഒരു അവസരത്തിൽ നമ്മളെ ഇങ്ങനെ തകർത്തെറിയുന്ന രീതിയിൽ സന്ദീപിനെ ഇവിടുന്ന് കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് പോയ ആ ശത്രു ആരാണ് എന്ന് ആലോചിച്ച് സംശയപ്പെട്ട് അവധിക്ക് നിൽക്കുമ്പോൾ സന്ദീപിനെ മനഃപൂർവ്വം ഒരു ഒളിവ് സങ്കരത്തിലേക്ക് കൊണ്ടുവന്ന് അവിടെ സന്ദീപിനെ ഭദ്രമായി മറ്റാരുടെയും കണ്ണിൽപ്പെടാത്ത വിധത്തിൽ ഒരു ചെയറിൽ കൈയും കാലുകളും കൂട്ടിക്കെട്ടി അവിടെ സന്ദീപിനെ ഇരുത്തിയിരിക്കുകയായിരുന്നു. സന്ദീപിന്റെ അരികിലേക്ക് അപ്പോഴേക്കും സന്ദീപ് ബഹളം വെച്ച് തന്നെ അഴിച്ചുവിട്ര എന്ന് പറഞ്ഞ് ബഹളം വെച്ചുകൊണ്ടിരിക്കുമ്പോൾ സന്ദീപിന്റെ മുന്നിലേക്ക് രാജീവ് എത്തി. സന്ദീപിന്റെ മുഖം പിടിച്ചുയർത്തി രാജീവ് സന്ദീപിനെ നോക്കി ഒന്ന് ചിരിച്ചു. ഇത് കണ്ടതും സന്ദീപ് കലിയോട് രാജീവിനോട് ചോദിച്ചു, അപ്പോ താനായിരുന്നല്ലേ എന്നെ ഇവിടെ കൊണ്ടുവന്ന് ഇങ്ങനെ നിർത്തിയിരിക്കുന്നത്, എന്തിനാ എന്നെ ഇവിടെ നിർത്തിയിരിക്കുന്നത് എന്ന് ചോദിച്ച് ബഹളം വെക്കുമ്പോഴേക്കും രാജീവ് പറഞ്ഞു, അതൊക്കെ വഴിയെ നിന്നോട് പറയാം എന്നറിയിച്ചപ്പോ താനും അവൻ പറഞ്ഞിട്ടാണോ, എന്റെ ഏട്ടൻ എന്ന് പറയുന്ന സച്ചി പറഞ്ഞിട്ടാണോ താൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്ന് ചോദിച്ചപ്പോഴേക്കും, കണ്ടുപിടിച്ച് കഴിഞ്ഞുവല്ലോ ഇത്ര പെട്ടെന്ന്. എന്തായാലും തൽക്കാലം പൊന്നുമോനെ ഇവിടുന്ന് പുറത്തിറങ്ങി വിടുന്നില്ല. ഇനി കുറച്ചു ദിവസത്തേക്ക് മോൻ ഇവിടെ തന്നെയാണ് സുഖവാസം എന്ന് പറഞ്ഞ് അവിടെ നിൽക്കുന്ന സന്ദീപിനെ നോക്കാൻ ഏൽപ്പിച്ച ആ ഗുണ്ടിയോട് പറഞ്ഞു, അതെ, ഇവനൊരു കാരണവശാലും നമ്മുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു പോകാൻ പാടില്ല. അപ്പോഴേക്കും സന്ദീപ് പറഞ്ഞു, തന്നെ ഞാൻ വെറുതെ വിടത്തില്ലടോ, എന്നെ അഴിച്ചു വിടറോ എന്ന് പറഞ്ഞ് സന്ദീപ് ബഹളം വെക്കുമ്പോഴേക്കും പെട്ടെന്ന് അവിടെ നിന്ന് ആ സന്ദീപിനെ നോക്കാനായി ഏർപ്പാട് ചെയ്ത ആളോട് രാജു പറഞ്ഞു, അതെ, ഇവിടെ ഇവൻ ഉറങ്ങാനുള്ള മരുന്ന് അത് അങ്ങ് കുത്തിവെച്ചേക്ക്, ഇനിയും ആ ഡോസ് കുറയ്ക്കണ്ട എന്ന് പറഞ്ഞപ്പോ സന്ദീപിനടുത്തേക്ക് എത്തി അയാൾ ആ മരുന്ന് ഇഞ്ചെക്ട് ചെയ്തു. എന്നിട്ട് രാജു പറഞ്ഞു, അതെ, ഇവന് ആവശ്യത്തിന് മാത്രം ഭക്ഷണവും വെള്ളവും കൊടുത്താൽ മതി, ജീവൻ നിലനിർത്താൻ വേണ്ടി മാത്രം.
എന്നിട്ട് എപ്പോഴാണ് ഇവൻ അഴിച്ചുവിടേണ്ടതെന്ന് ഞാൻ പറയാം, അപ്പോൾ മാത്രമേ ഇവൻ അഴിച്ചുവിടാവുള്ളൂ. അതുവരെ ഒരു കാരണവശാലും ഇവൻ പുറലോകം കാണാൻ പാടില്ല. അങ്ങനെ പറഞ്ഞതും ശരി സാർ എന്ന് പറഞ്ഞ് അയാൾ സന്ദീപിന്റെ ദേഹത്ത് ആ മരുന്ന് ഇഞ്ചെക്ട് ചെയ്തു. അതിനുശേഷം സന്ദീപിനെ അങ്ങനെ മയക്കി കിടത്തിയതിനു ശേഷം രാജീവ് നേരെ വീട്ടിലേക്ക് പോകുന്നു. വീട്ടിലേക്ക് രാജീവ് പുറപ്പെടുമ്പോഴേക്കും രാജീവിന്റെ ആ വരവൊട്ടും പ്രതീക്ഷിക്കാതെയായിരുന്നു. രാജീവ് ഈ സമയത്ത് അവിടേക്ക് എത്തുമെന്നുള്ള പ്രതീക്ഷയിലായിരുന്നില്ല അർച്ചന. അർച്ചന ഗോകുലിന് ചായയുമായിട്ട് ഗോകുലിന്റെ അരികിലേക്ക് എത്തിയതും ഗോകുൽ ചായ കുടിക്കുന്ന സമയത്താണ് രാജീവ് അവിടേക്ക് കയറി വന്നത്. ഈ സമയത്ത് ആതിര രാവിലെ ഓഫീസിലേക്ക് പോകാനായി റെഡിയായിട്ട് ഇറങ്ങാൻ തുടങ്ങിയപ്പോഴേക്കും ആതിരയോട് അനഘ ചോദിച്ചു, അപ്പോൾ നീ ഇന്ന് തന്നെ ജോയിൻ ചെയ്യുകയാണല്ലേ എന്ന് ചോദിച്ചപ്പം, അതെ ഞാൻ ജോയിൻ ചെയ്യാൻ പോവാം. അതാ ഏത് കടയിലാണ് നീ ജോയിൻ ചെയ്യുന്നതെന്ന് ചോദിച്ചപ്പം ആ ഫിനാൻസ് കടയുടെ പേരൊക്കെ പറഞ്ഞു. അതിന്റെ ഓണറിനെ കുറിച്ചും പറഞ്ഞപ്പോഴേക്കും അനഘ ചോദിച്ചു, പേര് കേട്ടിട്ട് കുറച്ച് പ്രശ്നക്കാരാണ് തോന്നുന്നല്ലോ എന്ന് പറഞ്ഞപ്പോൾ, എന്ത് പ്രശ്നമായാലും നമുക്ക് കുഴപ്പമില്ല, ചെയ്യുന്ന ജോലിക്കുള്ള കൂലി കിട്ടിയാൽ മതി എന്ന് പറഞ്ഞു. അപ്പോഴാണ് ആതിരയോട് പെട്ടെന്ന് അനഘ ചോദിച്ചത്, നിനക്ക് എന്തെങ്കിലും വിഷമമുണ്ടോ? ഇപ്പോ ഈ കുടുംബത്തിന്റെ ഈ ഒരു പരിതസ്ഥിതിയിൽ നീ ജോലിക്ക് പോകേണ്ടി വരുന്നു എന്നത് നിന്നെ സംബന്ധിച്ച് അതൊരു ബുദ്ധിമുട്ട് തന്നെയല്ലേ എന്ന് ചോദിച്ചപ്പോ ആതിര പറഞ്ഞു, എന്ത് ബുദ്ധിമുട്ട്? സത്യത്തിൽ പെൺകുട്ടികൾക്ക് ജോലി ഉള്ളത് അത് എന്തുകൊണ്ടും നല്ല കാര്യം തന്നെയാ. ഇപ്പോ ഈ ഒരു ജോലി എനിക്ക് കിട്ടിയത് എന്തായാലും എന്നെ സംബന്ധിച്ച് വലിയ സന്തോഷം തന്നെയാണ്. കാരണം ഇത് നല്ലൊരു നേട്ടമാണ് എനിക്ക് എൻ്റെ ജീവിതത്തിലേക്ക്. അതുകൊണ്ട് എന്തായാലും ഈ ജോലി ഞാൻ ഒത്തിരി ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് ആതിര പറഞ്ഞപ്പോഴേക്കും അനഘ ചോദിച്ചു, അവിടെ എന്തെങ്കിലും വേക്കൻസി ഉണ്ടെങ്കിൽ എന്നെയും കൂടി അങ്ങോട്ട് കൂട്ടണേ, ഞാനും വരാം എന്ന് പറഞ്ഞപ്പോ, ഓ അത് ശരി, അങ്ങനെ ഒരു വേക്കൻസിക്കായിട്ട് കാത്തിരിക്കുകയാണോ? എന്നാ ഒരു കാര്യം ചെയ്യും, ഞാൻ ആദ്യം എൻ്റെ അവിടുത്തെ സ്ഥാനം ഒന്ന് ഉറപ്പിക്കട്ടെ, അതിനുശേഷം ഞാൻ അങ്ങോട്ട് കൊണ്ടുപോകാം എന്ന് പറഞ്ഞപ്പോ ഇത് കേട്ടതും ശരി ശരി, ഇനി അധിക നേരം നിൽക്കണ്ട, സമയം വൈകുമെന്ന് പറഞ്ഞ് അവിടുന്ന് ആരതിയോട് പോയിക്കോളാനായി പറഞ്ഞ് അനഘ ആതിരയെ പറഞ്ഞയച്ചു. അപ്പോഴാണ് രാജീവ് വീട്ടിലേക്ക് കയറി വരുന്നത്. അവിടെ അടുത്തിരുന്ന് ഗെയിം കളിച്ചുകൊണ്ടിരുന്ന ഗൗരിമോള് കണ്ടതും വേഗം തന്നെ ഗൗരിമോൾ അരികിലേക്ക് ചെന്ന് രാജീവിനെ സല്യൂട്ട് ചെയ്ത് കാണിച്ചു. ഇത് കണ്ടതും രാജീവ് ചോദിച്ചു, കൊള്ളാലോ, മോള് നന്നായിട്ട് സല്യൂട്ട് ചെയ്യാനൊക്കെ പഠിച്ചല്ലോ, നമുക്കേ വലുതാവുമ്പോഴേ പോലീസിൽ ചേരാൻ കേട്ടോ എന്ന് രാജീവ് പറഞ്ഞപ്പോ, അതിനെന്താ, എനിക്കിഷ്ടമാ, കള്ളന്മാരെയൊക്കെ പിടിച്ചിട്ടിരിക്കാലോ എന്ന് പറഞ്ഞ് ഗൗരിമോള് വളരെ സന്തോഷത്തോടെ സംസാരിക്കുമ്പോൾ ഗോകുലും അർച്ചനയും അത് കേട്ട് പരസ്പരം നോക്കി. അപ്പോഴേക്കും രാജീവ് അരികിലേക്ക് ചെന്ന് ഗോകുലിനോട് വിശേഷങ്ങൾ ചോദിച്ചു. രാജീവ് വന്നത് കണ്ട് അർച്ചന പറഞ്ഞു, എന്തായാലും രാജീവ് എത്തിയില്ലേ, ഞാൻ രാജീവിനുള്ള ചായ എടുക്കാന്ന് പറഞ്ഞപ്പോ, അത് വേണ്ട, ഞാൻ ശിശിരോട് പറഞ്ഞോളാമെന്ന് രാജീവ് അറിയിച്ചതും അർച്ചന പറഞ്ഞു, അത് സാരയില്ല, ഞാൻ തന്നെ എടുത്തോളാം എന്ന് പറഞ്ഞ് അർച്ചന വേഗം തന്നെ രാജീവിനുള്ള ചായ എടുക്കാനായിട്ട് കിച്ചണിലേക്ക് പോന്നു. ഈ സമയത്ത് ഗോകുലിനോട് രാജീവ് ചോദിച്ചു, അളിയൻ തിരക്കിലാണോ എന്ന് അന്വേഷിച്ചപ്പോ, ഇല്ല രാജീവേ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചപ്പോ രാജീവ് പറഞ്ഞു, ആ സച്ചി ഇല്ലേ അളിയ, ആ സച്ചി ഇന്ന് ഒരു കാര്യം ചെയ്തിട്ടുണ്ട്, അതും വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ്. എനിക്ക് അത് വിവരം കിട്ടിയത് ആ കോസ്റ്റൽ ഗാർഡിൽ ഉള്ള എൻ്റെ ഒരു സുഹൃത്ത് വഴിയാണ്. അത് അയാൾ പറഞ്ഞത്, കഴിഞ്ഞ ദിവസം രാത്രിയിൽ രാജീവ് ആ സച്ചി ഒരു അബദ്ധം കാണിച്ചു. കഴിഞ്ഞ ദിവസം അയാൾ കടലിലേക്ക് എടുത്തു ചാടി ആത്മഹത്യക്ക് ശ്രമിച്ചു. ഇത് കേട്ടതും ആകെ ഞെട്ടലോടെ നിൽക്കുകയാണ് ഗൂഗിൾ. അപ്പോഴേക്കും ആ വാക്ക് കേട്ട് അവിടേക്ക് ചായയുമായി വന്ന അർച്ചന സച്ചി ആത്മഹത്യക്ക് ശ്രമിച്ചു എന്ന വാക്ക് കേട്ടതും അർച്ചന കയ്യിൽ നിന്ന് പെട്ടെന്ന് എടുത്തുകൊണ്ട് വന്ന ചായയും ഗ്ലാസും കൂടി നിലത്തേക്ക് വീഴുന്നു. അർച്ചന ആകെ സ്തംഭിച്ച് ഞെട്ടിത്തെറിച്ചങ്ങനെ നിൽക്കുന്ന കാഴ്ച കണ്ട് ഗോകുലിനും രാജീവിനും വല്ലാത്ത അതിശയായി. രണ്ടുപേരും ആകെ ഞെട്ടോടെ ചാടി എഴുന്നേറ്റു. നിലത്തേക്ക് ഗ്ലാസ് വീണ് അത് തകർന്നുടഞ്ഞ് കിടക്കുന്നത് കൊണ്ട് വേഗം അവിടെ ക്ലീൻ ചെയ്യാനായിട്ട് അർച്ചന ശ്രമിക്കുമ്പോഴേക്കും ശബ്ദം കേട്ട് അവിടേക്ക് ശിശിരയും എത്തി. ഒന്ന് രാജു പറഞ്ഞു, സമൃദ്ധ അത് ഇവിടെ ഇട്ടേക്ക്, അത് ശിശിര ക്ലീൻ ചെയ്തോളും എന്ന് പറഞ്ഞു. ശിശിരെ അതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്തേ എന്ന് പറഞ്ഞതും ശിശിര വേഗം തന്നെ അത് ക്ലീൻ ചെയ്യാനായിട്ട് പോയപ്പോൾ അർച്ചന താൻ പെറുക്കിയെടുത്ത ആ ഗ്ലാസിന്റെ ചില്ലുകൾ പകുതി അവിടെ മാറ്റി വെച്ചിട്ട് ആകെ ടെൻഷനോടെ സ്റ്റെയർ കയറി മുകളിലേക്ക് പോകുന്നു. ഈ സമയത്ത് ശിശിര അവിടെ ക്ലീൻ ചെയ്യാൻ ശ്രമിക്കുന്ന സമയത്ത് രാജീവിനോട് വിവരങ്ങൾ വിശദമായി ഗോലി ചോദിച്ചു. എന്നിട്ട് അയാൾക്ക് എന്തെങ്കിലും പറ്റിയോ, സച്ചിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചപ്പം അയാൾക്ക് കൃത്യസമയത്ത് ആ തുറയിലുണ്ടായിരുന്ന ബോട്ടിൽ പോയ മത്സ്യത്തൊഴിലാളികൾ വേഗം തന്നെ കടലിൽ ചാടി അവരുടെ വലയിട്ട് അതിൽ രക്ഷപ്പെടുത്തുകയാണ് ഉണ്ടായത്. അതുകൊണ്ട് ഇപ്പം കുഴപ്പമില്ലെന്നാണ് അറിഞ്ഞത്. ഇന്ന് രാവിലെ സച്ചി ഡിസ്ചാർജായി ഹോസ്പിറ്റലിൽ നിന്ന് വിട്ടു എന്ന് ആണ് അറിയാൻ കഴിഞ്ഞതെന്ന് കേട്ടതും ഗൂഗിള് ആശ്വാസത്തോടെ
ഓ ഭാഗ്യം, അയാൾ രക്ഷപ്പെട്ടല്ലോ എന്ന സമാധാനത്തിൽ ഗോകുൽ അപ്പുറത്തേക്ക് മാറി നിൽക്കുമ്പോഴേക്കും ആകെ വിഷമിച്ച് നിൽക്കുന്ന ഗോകുലിന്റെ അടുത്തേക്ക് എത്തി രാജീവ് പറഞ്ഞു, അളിയൻ എന്താ ഇങ്ങനെ ടെൻഷൻ ആകുന്നത്? ഇങ്ങനെ ഓരോ വട്ടന്മാര് അവരുടെ ഓരോ വട്ട് കാണിക്കും, അത് കണ്ട് നമ്മൾ ടെൻഷൻ ആവേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞ് രാജീവ് ഗോകുലിനെ സമാധാനപ്പെടുത്തുമ്പോഴേക്കും അർച്ചന സ്റ്റെയർ കയറി മുകളിലേക്ക് പോകുന്ന കാഴ്ച, അതിനിടയിൽ അങ്ങനെ ഒരു വാർത്ത കൂടി സച്ചിയെ കുറിച്ച് രാജീവ് പറയുന്നതും കൂടി കേട്ടപ്പോ അർച്ചന വല്ലാത്ത ടെൻഷനിലായിരുന്നു. രാജീവ് അതും പറഞ്ഞ് നേരെ സ്റ്റെയർ കയറാൻ തുടങ്ങിയപ്പോഴാണ് അർച്ചന മുകളിലേക്ക് കയറി പോകുന്നത് കണ്ടത്. പെട്ടെന്ന് രാജീവ് വിളിച്ചു, സമൃദ്ധ എന്തു പറ്റി എന്ന് ചോദിച്ചപ്പോഴേക്കും അതെ, പെട്ടെന്ന് കയ്യിൽ വഴുതി ആ ഗ്ലാസ് താഴെ പോയപ്പോ ഞാൻ ആകെ പാനിക്കായി പോയി എന്ന് പറഞ്ഞു. ഓ അത് ശരി, ഒരു ഗ്ലാസ് പൊട്ടിയതിന് ഇത്ര പാനിക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചേ. അത് സാരമില്ല, അത് ശിശിര ക്ലീൻ ചെയ്തോളൂ എന്ന് പറഞ്ഞ് അവിടെ രാജീവിന് അങ്ങനെ നിൽക്കുമ്പോഴേക്കും അർച്ചന കൂടുതലൊന്നും സംസാരിക്കാതെ വേഗം മുറിയിലേക്ക് കയറിപ്പോയി. രാജീവിന് ചില സംശയങ്ങൾ അപ്പോഴേക്കും മനസ്സിൽ മുളപൊട്ടി. ഈ സമയത്തായിരുന്നു സച്ചിയോടും ആരതിയോടും ഭക്ഷണം കഴിക്കാൻ പറഞ്ഞിട്ട് കഴിക്കാനായി കൂട്ടാക്കാതിരുന്ന അവരെ നിർബന്ധപൂർവ്വം ഭക്ഷണം കഴിപ്പിക്കാൻ ഇരുത്തിയതും അതിനിടയിൽ ആരതി കിച്ചണിൽ കയറി ചില പൊടിക്കൈകളൊക്കെ നടത്തിയതും ആരതിയുടെ വക അന്ന് അവിയലുണ്ടാക്കി എല്ലാവർക്കും കൊടുക്കുകയും ചെയ്തു. അത് കഴിച്ചു കഴിഞ്ഞതും അനക്ക പറഞ്ഞു, കൊള്ളാം എന്റെ ആരതി ചേച്ചി, ഇന്നത്തെ അവിയൽ സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ, ഇത്രയും നല്ല ടേസ്റ്റോടെ അവിയൽ ഞാൻ വേറെ കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞപ്പോ അത് കേട്ട സ്നേഹ ചോദിച്ചു, അതെന്താ അമ്മ ഉണ്ടാക്കുന്ന അവിയൽ നിനക്ക് ഇഷ്ടമല്ലേ അനഹേ എന്ന് ചോദിച്ചപ്പോ, പിന്നെ ആന്റിയുടെ അവിയൽ നല്ല ടേസ്റ്റാ, അത് വേറൊരു രുചി, ഇതും വേറൊരു രുചി. അങ്ങനെ പറഞ്ഞപ്പോ കമലമ്മ പറഞ്ഞു, അത് ശരിയാ, ആരതിമോൾ ഉണ്ടാക്കിയ അവിയല് എനിക്ക് ഒത്തിരി ഇഷ്ടമായി. അങ്ങനെ ആരും ഉണ്ടാക്കുന്നൊന്നും വലുത് എനിക്ക് താല്പര്യപ്പെടാറില്ലാത്ത ഞാൻ, പക്ഷെ എനിക്ക് ആരതിമോൾ ഉണ്ടാക്കിയത് എനിക്ക് ഒത്തിരി ഇഷ്ടമായി. ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വന്ന് കിച്ചണിൽ എന്തെങ്കിലും കയറി ഉണ്ടാക്കി തരണം കേട്ടോ എന്ന് അപ്പോഴേക്കും അനഘ ഒരു കമന്റും പാസ്സാക്കി. ഇതെല്ലാം കേട്ട് സച്ചി അവിടേക്ക് എത്തിയപ്പോഴേക്കും അനഘ ആരതിയോട് ഇത് എങ്ങനെയാണ് പഠിച്ചതെന്നുള്ള കാര്യം അനഘ അന്വേഷിച്ചു. കുഞ്ഞുനാളിൽ കിട്ടിയ അറിവുകളാണിതെന്നും താൻ കുഞ്ഞുനാള് പഠിച്ച കാര്യം ഇതൊക്കെയെന്നും ആരതി പറയുമ്പോഴാണ് സച്ചി അടുത്തേക്ക് എത്തിയത്. സച്ചി വന്നതും ഉടനെ കമലമ്മ പറഞ്ഞു, മോനെ സച്ചി എന്ന് വിളിച്ചപ്പോ ആരതി സച്ചിയോട് തന്റെ ഭക്ഷണം എങ്ങനെയുണ്ടായിരുന്നെന്നും തന്റെ പാചകം സച്ചിക്ക് ഇഷ്ടമായോ എന്നും ചോദിച്ചു. നന്നായിരുന്നു വക്കീലെ എന്ന് സച്ചി മറുപടി പറയുമ്പോഴേക്കും കമലമ്മ സച്ചിയോട് പറഞ്ഞു, മോനെ നമ്മുടെ കേസിന്റെ കാര്യം അവസാന വിധി അടുത്ത ദിവസമല്ലേ എന്ന് ചോദിച്ചപ്പോ അതേ എന്ന് ആരതി മറുപടി പറഞ്ഞു. ഇനി ആകെയുള്ള ടെൻഷൻ സന്ദീപിന്റെ കാര്യത്തിലാ. സന്ദീപ് വന്ന് എന്ത് മൊഴിയോ നൽകുമെന്നറിയില്ലല്ലോ. അപ്പോഴേക്കും സച്ചി പറഞ്ഞു, അവനിപ്പോഴും ആ അവന്തിക എന്ന രാക്ഷസിയുടെ പിടിയിലല്ലേ, അവർക്ക് വേണ്ടി ചാകാൻ പോലും തയ്യാറായിട്ട് നടക്കുമല്ലേ അവന്റെ അവസാനവും അവരുടെ കൈകൊണ്ട് തന്നെ ആയിരിക്കും എന്ന് സച്ചി ദേഷ്യത്തോടെ പറയുമ്പോ ഇതെല്ലാം കേട്ടുവന്ന ആരതി പറഞ്ഞു, സന്ദീപ് ഇനി എന്ത് അവിടെ കോടതിയിൽ വന്ന് പറഞ്ഞാലും, ഇനി എങ്ങനെയുള്ള മൊഴി സന്ദീപ് കോടതിയിൽ പറഞ്ഞാലും ശരി, അതിനെ ക്ലോസ് ചെയ്യാനുള്ള പോയിന്റും അതിനെ എങ്ങനെ തരണം ചെയ്യണമെന്നും എനിക്ക് കൃത്യമായിട്ട് അറിയാം. അതിനു വേണ്ട എല്ലാ നിയമവശങ്ങളും നോക്കി പഠിച്ചിട്ടാണ് ഞാൻ ഇരിക്കുന്നത് എന്ന് ആരതി അറിയിച്ചു. എല്ലാം കേട്ട് കഴിഞ്ഞതും വളരെ സന്തോഷത്തോടെ കമലമ്മ പറഞ്ഞു, എന്തൊക്കെയാണെങ്കിലും അവൻ നമ്മുടെ കുഞ്ഞല്ലേ, അതുകൊണ്ട് അവനെ ഈ രീതിയിൽ അവന്റെ ജീവിതം തകർന്നു പോകുന്നത് കണ്ടു നിൽക്കാൻ കഴിയുന്നില്ല, അതിനുള്ള ശക്തിയില്ല, അതാണ് മനസ്സാകെ തകരുന്നത് എന്ന് പറഞ്ഞ് ആകെ വേദനയോടെ കമലമ്മ അങ്ങനെ സംസാരിക്കുമ്പോൾ അർച്ചന മുറിയിലെത്തി സച്ചിയെക്കുറിച്ച് ആലോചിച്ച് വിഷമിക്കുകയായിരുന്നു. അപ്പോഴാണ് അവിടെ ആരതി വിവരങ്ങളൊക്കെ എല്ലാവരോടും പറഞ്ഞത്. ഇനി ഈ കുടുംബത്തിന്റെ വിഷമങ്ങളും സങ്കടങ്ങളും ഒക്കെ തീരാൻ പോലെ നഷ്ടപ്പെട്ടു പോയ സ്വത്തുക്കളൊക്കെ എല്ലാം തിരിച്ചു വരാൻ പോവുകയാണ്. ഇനി എന്തിനാണ് ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്നത് എന്ന് പറഞ്ഞപ്പോ സച്ചി മനസ്സിൽ ചിന്തിച്ചു, സ്വത്തുക്കളൊക്കെ തിരിച്ചു കിട്ടുമായിരിക്കും, പക്ഷെ എനിക്ക് എന്റെ അർച്ചനയും എന്റെ കുഞ്ഞിനെയും എനിക്ക് കിട്ടില്ലല്ലോ. എന്ത് കിട്ടിയാൽ എന്താ, അവരെ നഷ്ടപ്പെട്ടിട്ട് പിന്നെ എന്തിനാ എനിക്കിങ്ങനെ ഒരു ജീവിതം എന്ന് സച്ചി മനസ്സിൽ അങ്ങനെ വീണ്ടും മരണത്തെക്കുറിച്ച് അങ്ങനെ ചിന്തിക്കുമ്പോൾ അർച്ചന സച്ചിയേട്ടൻ അങ്ങനെ ഒരു അബദ്ധം കാട്ടിയെന്ന് അറിഞ്ഞപ്പോ അർച്ചനയുടെ മനസ്സ് വല്ലാതെ പിടഞ്ഞു. സച്ചിയേട്ടൻ അങ്ങനെ ചെയ്തത് പോലും താൻ അങ്ങനെ പെരുമാറിയത് കൊണ്ട് മാത്രമാണ്. അതാണ് സച്ചിയേട്ടന്റെ മനസ്സിൽ അങ്ങനെ ഒരു തോന്നൽ ഉണ്ടാകാനുള്ള കാരണം. സച്ചിയേട്ടനോട് താൻ അത്രയും മോശമായിട്ടല്ലേ അന്ന് പ്രതികരിച്ചത്. ഇനി എനിക്ക് ഇങ്ങനെ സച്ചിയിൽ നിന്ന് അകന്നു നിൽക്കാനാവില്ല. ഇനി അധിക നാൾ ഇങ്ങനെ അകന്നു മാറി നിൽക്കാനും പാടില്ല. കാരണം എത്രയും വേഗം തന്നെ സച്ചിയുടെ അരികിലേക്ക് ചെല്ലണം. അവന്തികയ്ക്ക് തക്കതായ തിരിച്ചടി കൊടുത്ത് അവന്തിക ചെയ്തതിനൊക്കെ അവന്തികയെ കൊണ്ട് അതിനുള്ള തിരിച്ചടി അവന്തികയ്ക്ക് നൽകിയിട്ട് അതിന് അവന്തികയ്ക്ക് കൃത്യമായ മറുപടി അവളെ കൊണ്ട് പറയിപ്പിച്ച് നഷ്ടപ്പെട്ടു പോയതെല്ലാം തിരികെ പിടിച്ച് എന്റെ സച്ചിയുടെ അരികിലേക്ക് എനിക്ക് മടങ്ങണം. അതിന് അധികം വൈകിക്കൂടാ. എത്രയും വേഗം തന്നെ ഇതെല്ലാം നടപ്പിലാക്കണം. ഇല്ലെങ്കിൽ എന്റെ സച്ചിയെ വെറുതെ ഞാൻ ബലിയാടാക്കേണ്ടി വരും എന്ന് വേദനയോടെ ആലോചിച്ച് അർച്ചന ഉടൻ തന്നെ അവന്തികയ്ക്കെതിരെ താൻ പടയൊരുക്കം തുടങ്ങുകയാണെന്ന് മനസ്സിൽ ഉറച്ച തീരുമാനമെടുത്ത് അവന്തികയെ ഇനി താൻ തകർക്കുമെന്ന് ഉറപ്പിക്കുന്നു.